ഈ സാറിന്റെ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് നമ്മുടെ സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ അഭിനയിക്കാൻ താല്പര്യമുള്ളവര് ഈ സാറിന്റെ അടുത്ത് പേര് കൊടുക്കണം. ഹായ്, ഇതിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? എടാ നീലടാ, എടാ എനിക്കടാ എഴുന്നേറ്റോ? ശരിയാ. ശരി, നമുക്കൊന്ന് നോക്കാം. എന്റെ ഉണ്ണിയെ കണ്ടോ? ഉണ്ണി, നീ എവിടെയാ? പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാക. നാൻസി പിരിഞ്ഞു പോകാൻ എന്ത് തെറ്റാണ് ചെയ്തത്? മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ നാൻസിക്ക് പിരിഞ്ഞു പോകാം, അതാണ് നല്ലത്. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദിയും 4 നേരം മൃഷ്ടാന്തം വെട്ടിവിഴുങ്ങി ആസനത്തിൽ ഇതിലാരും നമുക്ക് പറ്റിയില്ലല്ലേ? ഉണ്ട്. ആരാ? ആ നിൽക്കുന്ന പയ്യൻ. ഞാനോ? യു ആർ സെലക്ടഡ്. കാലക്കിയിടും. താൻ നല്ല അസലായിട്ട് ചെയ്തു. ഉഗ്രൻ ടൈമിങ്. എന്തായാലും ഫസ്റ്റ് ടേക്കിന് ഓക്കെ ആക്കി. മിടുക്കൻ. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ അഭിനന്ദനം. അതുവരെ എന്നെ കളിയാക്കിയവരും പുച്ഛിച്ചവരും അന്ന് എനിക്ക് വേണ്ടി കൈയടിച്ചു. അതോടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, ഇനി സിനിമയാണ് എൻ്റെ വഴി. ഇത് അച്ഛന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. നമ്മുടെ സൂര്യയുടെ ചെറുക്കനെ പിരിച്ച സിനിമ കണ്ടായിരുന്നോ? ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. ആ ചേട്ടൻ വെള്ളയാങ്കുടിയിലുള്ളതാ. എനിക്കറിയാന്നേ, അയ്യപ്പൻ തമ്പലത്തിലെ ഉത്സവത്തിന് പോയപ്പം എന്റെ പുറകെ തന്നെയായിരുന്നു ആ ചേട്ടായി. ഞാനെങ്ങും മൈൻഡ് ചെയ്യാൻ പോയി. എന്തായാലും നമ്മുടെ നാട്ടിൽ സിനിമ ഉണ്ടായല്ലോ. ആൾക്കാരൊക്കെ ചിരിക്കണ്ടട്ടാ. ഞാനും കണ്ടായിരുന്നു. നീ മൈൻഡ് ചെയ്യണ്ട. എടാ സിനിമാടാ, എന്റെ ദൈവമേ, ഒന്നും ആടാ, ഒരു ചായ കുടിച്ചും പോടാവേ. വിളിച്ചത് കേട്ടോ. നമ്മള് സിനിമാക്കാരി ലോക്കൽ ചായക്കടയിലേക്ക് കയറണോ? വാളാവി ആരും എണിക്കണ്ട. ഞങ്ങളൊക്കെ എളിമയുള്ള ആൾക്കാരാ. ഒരു സിനിമാടം വരുമ്പോഴാണ് ട്രെയിൻ ഓടിച്ചു കളിക്കണം. സിനിമയിൽ പോയിട്ട് എന്നാ കിട്ടി? അവര് വല്ലതും തന്നായിരുന്നോ? ആ തന്നായിരുന്നു. നല്ല ചൂടുണ്ട്, വാ വേഗാതെ കുടിക്കണം. ചായ കൊച്ചി സിനിമയിൽ കെട്ടിപ്പിടുത്ത ഉമ്മക്കിലൊക്കെ ഒറിജിനൽ എന്ന് പറയാൻ ശരിയാണ്? അതൊക്കെ ക്യാമറയുടെ ട്രിക്കാണ്. അല്ലേ, ട്രിക്കല്ലേ? എന്നിട്ട് ഈ ഞെളിഞ്ഞിരുന്ന് തിന്നുന്നമാരെ ലാത്തി അടിക്കുക, അത് ഒറിജിനൽ എന്നും പറഞ്ഞു. ഇത് ഫിലിം ഒട്ടിക്കുന്ന ഞാൻ പണ്ടേ പറഞ്ഞു കേട്ടുള്ള സംഭവം. രതീഷ്, രതീഷ് ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെ ഇവിടെ തുടങ്ങാമോ? രതീഷ്, ഒരാഴ്ചയല്ലേ ജില്ലും കൂട്ടി കിടന്ന് തുടങ്ങുന്നത്? എണീറ്റേ, ഞാനല്ലേ വിളിക്കുന്നത്? എന്നെ കാണാൻ ഋതിക് റോഷൻ പോലെ ഇല്ലെന്ന്. ചായ പോരി വല്ല കാര്യം ഉണ്ടായിരുന്നു? എടാ കൊച്ചേ, കട്ടപ്പനയിലെ ഋതിക് റോഷൻ നീ തന്നെയാണവേ. പിന്നെ മൂന്നാല് പടം കഴിയുമ്പോൾ അവൻ നായകനോ? ശ്യാമേ, ഓപ്പോസിറ്റ് വെച്ചോ. ഓക്കെ സാർ. ചായ കുടിച്ചിട്ടോ കേട്ടോ. നമുക്ക് ആ കാറ് വരുന്നുണ്ട്. താനാള് കൊള്ളാലോ.
നല്ല ടൈമിംഗ് കേട്ടോ, അസലായിട്ടുണ്ട്. കറക്റ്റ് കള്ളൻ അല്ലേ? ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്? ചേട്ടായി ഇതിലെ വിഷം കള്ളം വിഷമായിരുന്നു. ഇത് എത്ര വർഷമായി ഇത് തന്നെ. ഈ പിടിച്ചോടെയും പോക്കരുടെയും മോഷണം അല്ലാണ്ട് വേറെ ഒരു നല്ല വിഷം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി, പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. എന്തിന് പേര് പോലും മാറ്റൂല. നീ കേട്ടിട്ടില്ലേ കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള, വേലക്കാരി ജാനു, നാട് വിട്ടുപോയി തിരിച്ചു വരുന്നവന്റെ പേര് ഉണ്ണി. ഇതാണ് നമ്മുടെ സിനിമയുടെ അവസ്ഥ. പക്ഷെ എന്നെ കള്ളമേഷത്തിന് വിളിക്കണ എന്റെ കോലം കൊണ്ടാന്ന് ചേട്ടൻ പറയരുത്. രജനീകാന്ത്, ധനുഷും ശ്രീനിവാസനൊക്കെ ഈ കോല. പക്ഷെ അവർക്കൊക്കെ അഭിനയിക്കാൻ അറിയാലോ. ഓ ഊഞ്ഞാലാട്ടിയതല്ലേ? നിന്നോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ചേട്ടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. നിന്റെ കാര്യം ഞാൻ അരവിന്ദ് സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാവും, നീ ധൈര്യട്ടോ. ഇനിയിപ്പോ പഗ്ഗിനൊരു സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ പോയി. ചേട്ടായി അരവിന്ദ് സാറിന്റെ പടത്തില് നായകനായിട്ടായിരിക്കൂലേ മേക്കപ്പ് ഒക്കെ ഇട്ട്? അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ പെട്ടി ഓട്ടോറിക്ഷ എത്ര പെയിന്റ് അടിച്ചാലും BMW ആവൂലട്ടാ. ഏത് ചേട്ടൻ ചൂടാവണെന്നല്ല എനിക്കറിയാം, ടോണല്ലേ ഇത്. ഞാൻ ശരിക്കും ചൂടായതാണ്. നായകനാണ് നടക്കുന്നത്, നമ്മളൊന്നും പറയിപ്പിക്കണ്ട. എന്റെ പഴയ നെക്സ്റ്റ് സ്വഭാവം നേടിപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേറ് പേഴ്സണാ. എന്താ പറഞ്ഞത്? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എടി എന്താണ് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഇപ്പോഴും അമ്മ എന്നാ പറയുന്നത് അച്ചായിക്ക് മനസ്സിലാവുന്നില്ലേ? ഈ 20 വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മിണ്ടാൻ മേലാത്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയേ? കല്യാണം കഴിഞ്ഞുള്ള ലൗകിക ജീവിതത്തിൽ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു മിണ്ടാപ്രാണിനെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഇവളിങ്ങനെ ആംഗിക ഭാഷയിൽ എന്റെ തള്ളക്കുളിക്കൊന്നും അറിയാൻ പാടില്ല. ഇപ്പെന്താ പറഞ്ഞേ? അതുകൊണ്ടൊന്നുമല്ല അമ്മ കെട്ടിയത്. പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞു പുഴുങ്ങിയെടുത്തയാളെ വേറെ ആര് കെട്ടാനാന്ന്? ഞായറാഴ്ച അമ്മാവനൊക്കെ വരുന്ന കാര്യം അമ്മ പറഞ്ഞേ. അവര് വന്നിട്ട് പോട്ടെ ചായി. നിനക്കറിയില്ല നിന്റെ മാമന്?